ഈ ആഴ്ചയിലെ രണ്ടാമത്തെ റിവ്യൂ ആണ് ടുഗദറിന്റെ. നിങ്ങൾ വെപ്പൺസ് എന്ന സിനിമയുടെ റിവ്യൂ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഞാൻ ഈ വർഷം കണ്ട സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ 3-ാം സ്ഥാനം നൽകുന്ന സിനിമയാണ് ഈ വെപ്പൺസ് എന്ന് പറയുന്നത്. ഈ ടുഗദറും അതുപോലെ തന്നെ ടോപ്പ് 10 വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് 10 വരുന്ന ഒരു സിനിമയാണ്. ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമ അതൊരു ബോഡി ഹൊറർ ഫിലിം ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഹ്യൂമൻ ഇമോഷൻസ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ഇത് കഥ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ ആ സിനിമ നല്ല രീതിയിൽ ചർച്ചയായത്. ഈ ടുഗദർ എന്നുള്ള സിനിമ ഇതും ഒരു ബോഡി ഹൊറർ ഫിലിം തന്നെയാണ്. പക്ഷേ ഇത് രണ്ട് പേര് തമ്മിലുള്ള അവരുടെ തമ്മിലുള്ള പ്രണയം, അവരുടെ റിലേഷനിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടല്ലോ, അത് വളരെ ഭംഗിയായിട്ട് ഈ ബോഡി ഹൊററിൻ്റെ കൂടെ നല്ല രസമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം കണ്ട മികച്ച സിനിമകളുടെ കൂട്ടത്തിലേക്ക് ടുഗദർ എന്നുള്ള ഈ ഹൊറർ സിനിമയും കൂടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഇപ്പോൾ ഈ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ലവേഴ്സ് ഉണ്ടല്ലോ, ലവേഴ്സിൽ ഈ ബോയ് എന്ന് പറയുന്നത് ടിം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ടിം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആണ്. ആ സമയത്താണ് ഈ ലവറായിട്ടുള്ള മില്ലിക്ക് ഒരു കൺട്രി സൈഡിൽ ആ ഒരു സൈഡിലേക്ക് ജോലി കിട്ടുന്നതും ഇവർ രണ്ടുപേരും കൂടെ അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനെന്താണ് കാരണം എന്നുള്ളത് ഇവരെ പോലെ തന്നെ നമുക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കും ഇവരൊരു ഹൈക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാടിന് നടുവിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആ ഒരു യാത്ര അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. അതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമ വളരെ സ്ലോ ആയി വളരെ പതിഞ്ഞ താളത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൊറർ സീനാണ്. ആ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൊറർ സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമയുടെ ക്വാളിറ്റിയെ കുറിച്ച് ഏകദേശം മനസ്സിലാവും. ഇതൊരു സാധാരണ സിനിമയല്ല, എന്തോ കാര്യമായിട്ട് പറയാൻ വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കാണിക്കുന്ന നായകൻ നായിക അവരുടെ റിലേഷൻ, ആ രീതിയിൽ ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ പോലും ആ സിനിമയുടെ മൂഡിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ബോറടിക്കുന്നില്ല. ആ ഒരു അവരുടെ ഒരു ഇമോഷണൽ ജേർണി ഉണ്ടല്ലോ, ആ ജേർണിയിലൂടെയാണ് നമ്മളും സഞ്ചരിക്കുന്നത്. കാടിനടുത്തുള്ള ഒരു ഗുഹയിൽ രണ്ടുപേരും അകപ്പെട്ടു പോകുന്നതും അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ഹൊറർ എലമെന്റ് എന്നുള്ള ഒരു സംഭവം അവിടെ ഓപ്പൺ ആവുന്നത്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. അതിനൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകില്ല. അപ്പോൾ ഈ ഉത്തരം ഇല്ലാണ്ട് ഇതിന് ഒരുപാട് ഹൊറർ സീക്വൻസ് വരുന്നുണ്ട്. ആ ഒരു സീക്വൻസിൽ 2 സീൻസ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. ആ നേരത്തുള്ള സൗണ്ട് മിക്സിങ്, ഈ സിനിമയുടെ സൗണ്ട് മിക്സിങ്, ഞാനിപ്പോൾ ഡീഫോൾട്ടായിട്ട് എല്ലാ ഹോളിവുഡ് സിനിമകൾക്കും സൗണ്ട് മിക്സിങ് ഗംഭീരമാണ്. പക്ഷേ ഇപ്പോൾ വെപ്പൺസ് ആണെങ്കിലും ഈ ടുഗദർ ആണെങ്കിലും ഈ 2 സിനിമയുടെയും സൗണ്ട് മിക്സിംഗ് ആയിട്ട് നല്ല രീതിയിൽ ഒരു പണിയെടുത്തിട്ടുണ്ട്. നല്ല കിഡിലൻ സൗണ്ട് എഫക്റ്റ്, ആ നേരത്തുള്ള ആ ഒരു ലൈറ്റ് സെറ്റിങ്, അത് ആ ഒരു മൊത്തത്തിൽ ആ സീനുകൾ, ആ 2 ഹൊറർ സീൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. ജംപ് സ്കെയർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ നല്ല രീതിയിൽ തന്നെ ഒരു വല്ലാത്തൊരു ഹൊറർ മൂഡിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റേജിങ് ഉള്ള 2 സീനുകളാണ്. അത് ഈ സിനിമയുടെ USP ആണ് 2 സീനുകൾ. ഈ സിനിമയിൽ ബോഡി ഹൊറർ എന്നുള്ളൊരു സംഗതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇമോഷനാണ്. കാരണം ഇവരുടെ കെമിസ്ട്രി അത്രമേൽ ഗംഭീരമാണ്. ഇത് അവതരിപ്പിച്ചിരിക്കുന്ന രണ്ടുപേരും ഒരു റിയൽ ലൈഫിലും കപ്പിൾസ് തന്നെയാണ്. ഇതിൽ ടിമ്മിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഡേവ് ഫ്രാങ്കോ എന്ന് പറയുന്ന ആക്ടറാണ്. അപ്പോൾ ഈ ഡേവ് ഫ്രാങ്കോയുടെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ് ടിം എന്ന് പറയുന്നത്. കാരണം ഒരു ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ ആണ്, കറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പുള്ളി അത് പുറത്തേക്ക് കാണിക്കുന്ന അങ്ങനെയല്ല, ഉള്ളിലുള്ള ആ ഒരു ഫീലിംഗ് പ്രോപ്പറായിട്ടൊന്നും അല്ല പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ ലഭിച്ചിരിക്കുന്നത്. പിന്നെ വൈഫ്, റിയൽ ലൈഫിൽ തന്നെ ഭാര്യയായിട്ടുള്ള ആലിസൺ ബ്രീ ആണ്. ആലിസൺ ബ്രീയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ബോയ് ഫ്രണ്ട് തന്നോട് താല്പര്യമില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ, എന്താണ് അവൻ്റെ മനസ്സിലുള്ളത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുള്ള എന്നാൽ ഒന്നും ഉത്തരം കിട്ടാത്ത രീതിയിലുള്ളതാണ്. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി സ്ക്രീനിൽ ഗംഭീരമാണ്. അതുപോലെ തന്നെ റൈറ്റിംഗിലും ഗംഭീരമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഫൈനൽ ആക്ടിൽ ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിച്ചുള്ള ഒരു അഭിനയമാണ്. കാരണം ഇവർ തമ്മിലുള്ള കെമിസ്ട്രി അപാരമാണ്. ഇവർ തമ്മിലുള്ള ഈ ഇമോഷണൽ കണക്ട് ഉണ്ടല്ലോ, ആ കണക്ട് ആവുന്നു. അതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസിഷൻ, ഇതൊക്കെയാണ് ഈ സിനിമയെ തന്നെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനിടയിലാണ് കുറേ ജംപ് സ്കെയർ പോലുള്ള സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് എല്ലാത്തിനും ഉത്തരം കിട്ടിയതിന് ശേഷം വരുന്ന ഒരു വലിയ സീക്വൻസ് ഉണ്ട്. അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഹൊറർ പ്ലസ് ഇമോഷൻ എന്ന രീതി 2 സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത്. നമുക്ക് അവരുടെ ലൈഫിലുണ്ടായിരുന്ന അവരുടെ ഒരു ഫെയ്റ്റ്, ആ ഫെയ്റ്റ് എന്നതിനോട് നമുക്കുള്ള ആ ഹൊറർ എന്നുള്ളൊരു പേടിയല്ല അവിടെ ഉണ്ടാവുന്നത്. ഒരു വേറെ കൈൻഡ് ഓഫ് ഇമോഷനാണ്. ആ 2 ഇമോഷൻസ് മാറി മാറി വരുന്നിടത്താണ് ക്ലൈമാക്സ് വരുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് എല്ലാ സംഭവങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ റൈറ്റിംഗ് ഓക്കെയാണ്, പെർഫോമൻസും ഓക്കെയാണ്, ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിൽ പക്ക സ്റ്റഫാണ് ഈ പടം എന്ന് പറയുന്നത്. ഒരു കിഡിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ഇതെല്ലാം കൂടി നൽകുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, ആ ഹൈ ആണ് ഈ പടത്തിൻ്റെ ക്ലൈമാക്സിലും ലഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഒക്യൂൾട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോങ് ലെഗ്സ് എന്ന് പറഞ്ഞൊരു പടം വന്നിരുന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടമായിരുന്നു ലോങ് ലെഗ്സ് എന്ന് പറയുന്നത്.
സെയ്റ്റ്ഗേസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൊറർ എന്നുള്ളൊരു ജോണർ ഉണ്ടല്ലോ, ആ ജോണറിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. ആക്ച്വലി ഇതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ഹൊറർ എന്നുള്ളത് ഈ ടിപ്പിക്കൽ ക്ലീഷ്യ സംഭവം അല്ലാതെ ഇങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് വരുമ്പോഴല്ലോ നമുക്ക് നല്ല നല്ല സിനിമകളൊക്കെ കിട്ടുള്ളൂ. സോ ഫോർ മീ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ്. ഇപ്പോൾ വെപ്പൺസ് ആണെങ്കിലും ടുഗദർ ആണെങ്കിലും വളരെ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ലഭിച്ചത്. അതുപോലെ ഈ രണ്ട് പടവും വെപ്പൺസ് ആണെങ്കിലും ടുഗദർ ആണെങ്കിലും നിങ്ങൾ അതൊരു നല്ല വളരെ നല്ല ഒരു തിയേറ്ററിൽ തന്നെ പോകുക, നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒരു തിയേറ്ററിൽ തന്നെ പോകുക. കാരണം രണ്ട് പടങ്ങളുടെയും സൗണ്ട് മിക്സിങ് അപാരമാണ്, കിഡിലും വർക്കുള്ള പടമാണ്, നല്ല തിയേറ്ററിൽ തന്നെ കാണുക.